കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം കവിഞ്ഞൊഴുകുമി അനുഗ്രഹം നിറഞ്ഞൊഴുകുമി കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ജയോത്സവത്തിൻ്റെ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് ദാനമായി തന്നു. പ്രിയപ്പെട്ടവരെ, ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വചന ശുശ്രൂഷയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. കർത്താവായ യേശുക്രിസ്തു നമ്മുടെ സകല ഭാരങ്ങളെയും നമ്മുടെ സകല പാപങ്ങളെയും ഒരിക്കലായി എന്നേക്കുമായി ക്രൂശിൽ ചുമന്ന് ഒഴിച്ചു നമ്മളെ സ്വതന്ത്രരാക്കി. വട്ടപ്പാറയിൽ നടന്ന അനുഗ്രഹിക്കപ്പെട്ട TVS മീറ്റിങ്ങിൽ വെച്ച് തോമസ് ഡോയറിലൂടെ കേട്ട ദൈവവചനം എല്ലാവർക്കും വലിയ അനുഗ്രഹമായിരുന്നു. വലിയ ദൈവസാന്നിധ്യം അവിടെ ഇറങ്ങി. നമുക്കൊരു മനസ്സോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ TV പ്രോഗ്രാമിലേക്ക് ഒരുമിച്ച് പോകാം. കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഇതൊരു അത്ഭുത സാക്ഷ്യമാണ്. 5 വർഷത്തിന് മുമ്പ് ഈ സഹോദരി 1 വർഷത്തിന് മേളിൽ ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞതാണ്. ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു, അത് സ്പ്രെഡായി, ബ്രെയിനിൽ ക്യാൻസർ വന്നു, ഓപ്പറേഷൻ കഴിഞ്ഞു. ഇന്ന് 5 വർഷമായിട്ട് ഈ സഹോദരി ജീവിക്കുക. ഈ സഹോദരി പറഞ്ഞ ഇങ്ങനെയാ, ബെഡിൽ കിടക്കുന്ന സമയത്ത് യേശു വന്ന് പറയുക, മകളെ നീ എന്തിനാ ഭാരപ്പെടുന്നേ? നിന്റെ രോഗം മുഴുവൻ ഞാൻ ഏറ്റെടുത്താണല്ലോ, നിനക്ക് വേണ്ടി ഞാൻ പൂർണ്ണമായിട്ട് നിനക്ക് സൗഖ്യം തന്നിരിക്കുക എന്ന് കർത്താവ് ഈ സഹോദരി എടുത്ത് വന്ന് പറഞ്ഞ സമയത്ത് സഹോദരിയുടെ ഉള്ളിൽ നിന്ന് ഭാരം വിട്ടുമാറി. ബ്രദറെ, 5 വർഷത്തിന് മുമ്പ് എന്നെ എൻ്റെ ഈശോ ഏറ്റെടുത്തു. പക്ഷേ ഇതുവരെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. യേശു അടുത്ത് വന്നോ? ഞാൻ കിടക്കയിലായിരിക്കുമ്പം കട്ടിലിന് ചുറ്റും ഈശോ വന്ന് എന്നെ, മകളെ നീ എന്തിനു ഭയപ്പെടണം, ഞാൻ നിന്നെ ഏറ്റെടുത്തിരിക്കുകയല്ലേ. അത് 1 വർഷം ജീവിക്കുള്ളെന്നാണോ ഡോക്ടർമാർ പറഞ്ഞത്? അതെൻ്റെ ഹസ്ബൻഡ് ഇപ്പം പറയുന്നു, ഞാൻ അറിഞ്ഞില്ല. ഹസ്ബൻഡിനെ ഒന്ന് കൊടുത്ത്. എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കേസാണ്. ഡോക്ടർ പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ്, പരമാവധി 1 വർഷമെങ്കിൽ ജീവിച്ച ഭാഗ്യമെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാൻസറായിരുന്നു ആ സമയത്ത്. ഞാൻ പറഞ്ഞ് ആയുസ് തരുന്നത് എൻ്റെ കർത്താവാണ്, അല്ലാതെ വേറെ ആരും. അങ്ങനെ ഇരിക്കുമ്പോഴാണോ ഈ സഹോദരി യേശുവിനെ കണ്ടേ? അതെ അതെ, പുള്ളിക്കാരി എൻ്റെ അടുത്ത് പിന്നെ പറഞ്ഞതാണ്, ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് ഇങ്ങനെ ബെഡിൻ്റെ 4 വശവും ഇങ്ങനെ യേശു വന്ന് ഇങ്ങനെ ഒരു പ്രകാശ രൂപം, ഒരു പ്രകാശം ഇങ്ങനെ 4 സൈഡിൽ ഇങ്ങനെ പുള്ളിക്കാരിയുടെ പുറത്തിങ്ങനെ പതിക്കുന്നതായിട്ട് അനുഭവപ്പെട്ടു. അത് കഴിഞ്ഞപ്പോൾ 5 കൊല്ലമായി, 5 വർഷമായി. ദൈവം ഇപ്പോൾ ഒരു അസുഖവും ഇല്ല, ഈ അസുഖം ഒന്നുമില്ല, പൂർണ്ണമായിട്ട് യേശു ആ അസുഖത്തിൽ വിടുതൽ തന്നിരിക്കുകയാണ്. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രൻ. കരമടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. യെശയ്യാ പ്രവാചകൻ തൻ്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുകയാണ്. 53-ാം അധ്യായം വായിക്കുമ്പോൾ, അറുക്കാൻ കൊണ്ടുപോകുന്ന ഒരാടിനെ പോലെ അവൻ നിന്നു, രോമം കത്രിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതിരിക്കുന്ന ഒരാടിനെ പോലെ അവൻ നിന്നല്ലോ. സ്തോത്രം. ഇത് യെരുശലേം ദേവാലയത്തിൽ ഒരു വിജാതീയനായ ഒരു ഷണ്ണൻ, അന്നത്തെ കാലത്ത് എത്യോപ്യ രാജ്ഞിയുടെ സകല ഭണ്ഡാരത്തിനും വിചാരകനായ ഒരു ഫിനാൻസ് മിനിസ്റ്റർ, അദ്ദേഹം യെരുശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് പോകുമ്പോൾ യെശയ്യാ പ്രവാചകൻ്റെ ഒരു പുസ്തകം വാങ്ങിക്കൊണ്ട് പോയതായി നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ പോലെ 66 ഗ്രന്ഥങ്ങൾ ബൈൻഡ് ഇട്ടതുപോലെ പഴയ നിയമത്തിലെ 39 ഗ്രന്ഥങ്ങൾ ബൈൻഡ് ചെയ്തെന്ന് കിട്ടില്ല. അന്ന് ഒരു പുസ്തകം ചുമക്കണമെങ്കിൽ ചുമട്ടുകാർ വേണം. അത് വലിയ തോൽച്ചുരുകളിൽ എഴുതിയിരിക്കുകയാണ്, വലിയ ഭരണികളിലൊക്കെയാണ് ഇട്ടത് വെച്ചിരിക്കുന്നത്. അത് വലിയ ധനവാന്മാർക്ക് മാത്രമേ അന്ന് അതിലൊരു ചുരുൾ വാങ്ങാനൊക്കത്തുള്ളൂ. ഈ ഫിനാൻസ് മിനിസ്റ്റർ, ഈ മന്ത്രി, തനിക്ക് ഏകദൈവത്തെക്കുറിച്ചൊരു ചിന്ത വന്നു. താൻ യഹൂദനല്ലെങ്കിലും താനൊരു വിജാതീയനാണെങ്കിലും തനിക്ക് മനസ്സിലായി, യഹൂദന്മാർ സേവിക്കുന്ന ദൈവം ഏകദൈവമാണ്, സൃഷ്ടിതാവായ ദൈവമാണ്. അങ്ങനെ തനിക്കെന്തോ ആ സത്യദൈവത്തെക്കുറിച്ചൊരു ബോധ്യം വന്നിട്ട് യഹൂദന്മാരുടെ ഉത്സവത്തിന് പോയി അവിടുന്ന് വരുമ്പോൾ തേരിലിരുന്നു കൊണ്ട് എന്തോ വായിക്കുകയാണ്, യെശയ്യാ പ്രവാചകൻ്റെ ചുരുളിങ്ങനെ വായിക്കുകയാണ്. വായിച്ചപ്പോൾ ഉറക്കെയാണ് വായിച്ചപ്പോൾ ഇതാ ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ കർത്താവിനെ അറിയാൻ ഒരു ആഗ്രഹം തോന്നിയാലുണ്ടല്ലോ,
ആ വ്യക്തിയെ അറിയിച്ചേ കർത്താവ് വിടത്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇന്നിവിടെ വന്നവരുടെ ഓരോരുത്തരുടെ ഹൃദയത്തിലെ ആഗ്രഹം അറിയുന്ന ഒരു കർത്താവ്, അവൻ നിങ്ങളെ തൊട്ടിട്ടല്ലാതെ പോകത്തില്ല. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ആള് കൂടുന്ന കാണാൻ വന്നവർ ആളെ കണ്ടിട്ട് പോകും, എന്നാൽ യേശുവിനെ കാണാൻ വന്നവർ യേശുവിനെ കണ്ടിട്ട് പോകും. നമ്മളിങ്ങനെ വായിക്കുന്നു. അതുകൊണ്ട് ഇതിന് മുമ്പിലിരിക്കുന്നവരുടെ ഒരു കാര്യം പറയാം. നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മളൊക്കെ പലപ്പോഴും നടത്തിപ്പുകാരാ. 1-2 ശുശ്രൂഷകരോട് പറഞ്ഞ് നടത്തിപ്പുകാരാകരുത്, നടത്തിയേച്ച് പോകുള്ളൂ എന്ന് പറഞ്ഞു. നടത്തിപ്പുകാരാണെങ്കിൽ എന്ത് ചെയ്തിട്ട് പോവും? യോഗം നടത്തിയിട്ട് പോവും. എന്നാൽ ഇന്നിവിടെ ഒരുവൻ വരുമെന്ന് പറഞ്ഞവൻ വന്നിട്ടുണ്ട്. നമുക്കാർക്കും നടത്തിപ്പുകാരനായിട്ടിരിക്കേണ്ട. ഇന്ന് സൗഖ്യം സ്റ്റേജിലും നടക്കും, ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ ഇടയിലും നടക്കും. ആഗ്രഹത്തോടെ വന്നവരെ തൊട്ടിട്ടേ കർത്താവ് പോകത്തുള്ളൂ. നിങ്ങളാരെങ്കിലും തോമസ് ഊട്ടി ബ്രദറിനെ കാണാനാ വന്നതെങ്കിൽ കണ്ടിട്ട് പോവും. എന്നാൽ യേശുവിനെ കാണാനാ വന്നെങ്കിൽ ആരെ തന്നെ കാണും? ഹല്ലേലൂയ. തോമസ് ഊട്ടി ബ്രദർ എന്നെ ഒന്ന് തൊടണമെന്ന് ആഗ്രഹിച്ചെങ്കിൽ തോമസ് ഊട്ടി ബ്രദർ നിങ്ങളെ തൊടാനും തൊടാതിരിക്കാനും സാധ്യത ഉണ്ട്. കാരണം എനിക്ക് സമയമാകുമ്പോൾ ഞാൻ എങ്ങനെങ്കിലും ഊളിയിട്ട് പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, യേശു എന്നെ ഒന്ന് തൊടണമേ എന്ന് പറഞ്ഞു വന്നവർ താമസിച്ചാണ് വന്നതെങ്കിലും ബാൽക്കണിയാലായിരിക്കും ഒരുപക്ഷെ ഇരിക്കുന്നത്, ജനങ്ങളുടെ മധ്യത്തിലായിരിക്കും ഒരുപക്ഷെ ഇരിക്കുന്നത്. അവൻ തൊട്ടിട്ടേ പോകത്തുള്ളൂ. അവനെ കാണാൻ വന്നവരെ അവൻ കണ്ടിട്ടേ പോകത്തുള്ളൂ. അവനെ തൊടാൻ വന്നവരെ അവൻ തൊട്ടിട്ടേ പോകത്തുള്ളൂ. അവനെ അറിയാൻ വന്നവർക്ക് അവൻ സ്വയം അറിയിച്ചിട്ടേ പോകത്തുള്ളൂ. അവന്റെ പേരെത്ര? യേശു. പതിനായിരക്കണക്കിന് ആൾക്കാർ കൂടുന്ന യേശു ക്രിസ്തുവിന്റെ ഒരു യോഗത്തിൽ സക്കായി എന്ന് പറയുന്ന നാട്ടുകാർക്ക് ഇഷ്ടമില്ലാത്ത, ഇന്നത്തെ രീതി പറഞ്ഞ കൊള്ളക്കാരൻ, ബ്ലേഡുകാരൻ എന്നൊക്കെ വിളിക്കുന്ന ഒരു ചുങ്കക്കാരൻ താൻ യേശു എങ്ങനെയുള്ളവനെന്ന് കാണുവാൻ മുമ്പോട്ടോടി ഒരു മരത്തെ കയറിയിരുന്നു. താൻ ആളിൽ കുറിയവനാകൊണ്ട് ജനത്തിൻ്റെ ഇടയിൽ പോയാൽ കാണാമേല, ഇങ്ങനെ പൊങ്ങി നിന്നാലും കാണാമേല. തനിക്ക് നാട്ടിലേറ്റവും പൊക്കക്കുറവാണ്. അതുകൊണ്ട് താൻ പൊക്കമുള്ളൊരു മരത്തിൽ കയറിയിരുന്നു. തന്നെ കാണാതെ വണ്ണ ഇലപ്പക്കുകൾക്കകത്ത് കയറിയിരുന്നായിട്ട് നമ്മൾ വായിക്കുന്നു. എന്നാൽ യേശു മുമ്പോട്ട് വന്നപ്പോൾ തന്നെ കാണാൻ ഇവൻ വന്നെന്നറിയാം. ബാക്കി ഒത്തിരി പേര് അവിടെ ഉണ്ടെങ്കിലും അവരുടെ ആരുടെയും വീട്ടിൽ ചെല്ലുമെന്ന് യേശു പറഞ്ഞില്ല. യോഗം നടത്തിയവരുടെ വീട്ടിൽ പോയില്ല, യോഗത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്തവരുടെ വീട്ടിൽ ഒന്നും പോയില്ല. പക്ഷെ കാണാൻ ആഗ്രഹത്തോടെ വന്നവൻ്റെ മരത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ, സക്കായിയെ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിലാ പാർക്കുന്നത്. ദൈവത്തിൻ്റെ മക്കളെ, സ്തോത്രം. നിന്നെ തൊട്ടിട്ട് പോക മാത്രമല്ല, ഇന്ന് നിന്റെ വീട്ടിലും വരാൻ പോവാ. വീടിൻ്റെ അവസ്ഥ മാറ്റും വീട്ടിൽ വന്നാൽ, ബിസിനസിൻ്റെ അവസ്ഥ മാറ്റും ബിസിനസ്സിൽ വന്നാൽ, മക്കളുടെ അവസ്ഥ മാറ്റും മക്കളുടെ അടുക്കൽ വന്നാൽ. ഓ, ഈ നല്ല കർത്താവിനെ ഞാൻ സ്തുതിക്കുക. അങ്ങനെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഈ മനുഷ്യൻ വായിക്കുക. ഇയാൾക്ക് ഈ ദൈവത്തെ ഒന്ന് കാണണമെന്ന് അറിയണം, സത്യദൈവത്തെ ഒന്ന് അറിയണം. ആഗ്രഹിക്കുന്നവനെ കർത്താവ് സഹായിക്കും. അത് നമ്മൾ അപ്പോസ്തലപ്രവൃത്തി 8 വായിക്കുന്നു. ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് കൃത്യം ഈ 53-ാം അധ്യായത്തിന്റെ ഭാഗമെടുത്ത് അദ്ദേഹം വായിക്കുകയാണ്. നമുക്ക് വായിച്ചു നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 8:27 മുതൽ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. അവൻ പുറപ്പെട്ടു ചെന്നപ്പോൾ കന്ദക്ക എന്ന എത്യോപ്യ രാജ്ഞിയുടെ ഒരു ഫിലിപ്പോസിനോട് ദൈവം പറഞ്ഞു, നീ വേഗം ചെല്ല്, നിർജ്ജനദേശത്തേക്ക് ചെല്ല്. ഫിലിപ്പോസ് ഓർത്ത്, നിർജ്ജനദേശത്ത് ആരുടെ ഉള്ളത്? നിർജ്ജനദേശത്താണേലും തന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളുണ്ടോ അവന് വേണ്ടി ആളെ വിടും. ഫിലിപ്പോസിനോട് നീ വേഗം ചെല്ല്. അങ്ങനെ വേഗം ചെല്ലെന്നുള്ള ദൈവത്തിന്റെ വാക്ക് കേട്ട് ഈ ഫിലിപ്പോസ് ഓടി ചെല്ലുമ്പോൾ എന്താ കാണുക? നോക്കിയാട്ടെ. ഒരു ഷണ്ഡനും മഹാനും അവളുടെ സകല ഭണ്ഡാരത്തിനും മേൽവിചാരകനുമായ ഒരു എത്യോപ്യനെ കണ്ടു. ഒരു എത്യോപ്യൻ, ഒരു ആഫ്രിക്കക്കാരൻ, ഒരു കർത്തവർഗക്കാരനായ ഒരു ഫിനാൻസ് മിനിസ്റ്ററെ കണ്ടു. അദ്ദേഹം ഭണ്ഡാര വിചാരകനാണ്, ഫിനാൻസ് മിനിസ്റ്ററാണ്. അടുത്ത വാക്യം. അവൻ യെരൂശലേമിൽ നമസ്കരിക്കാൻ വന്നിട്ട് മടങ്ങിപ്പോകയിൽ തേരിലിരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് തേരും തേരാളിയും ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുകയായിരുന്നു. അടുത്ത വാക്യം. ആത്മാവ് ഫിലിപ്പോസിനോട്, നീ അടുത്ത് ചെന്ന് തേരിനോട് ചേർന്ന് നടക്കുക എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് ഓടിച്ചെല്ലുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം വായിക്കുന്നത് കേട്ട്, നീ വായിക്കുന്നത് ഗ്രഹിക്കുന്നുവോ എന്ന് ചോദിച്ചതിന്, ഒരുത്തൻ പൊരുൾ തിരിച്ച് തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കുമെന്ന് അവൻ പറഞ്ഞു. അപ്പം വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ആരെങ്കിലും എന്ത് ചെയ്യണം? പൊരുൾ തിരിച്ചു തരണം. അതുകൊണ്ടാണ് കൂട്ടായ്മയിൽ പോവുകയും വചനം കേൾക്കുകയൊക്കെ ചെയ്യണം. അടുത്ത വാക്യം. ഒരുവൻ പൊരുൾ തിരിച്ചു തരാഞ്ഞാൽ എനിക്ക് എങ്ങനെ മനസ്സിലാകും? അടുത്ത വാക്യം. ഫിലിപ്പോസ് കയറി തന്നോടുകൂടെ ഇരിക്കണം എന്ന് അവൻ അപേക്ഷിച്ചു. ഇങ്ങനെയാണ് ശുശ്രൂഷകരൊക്കെ തേരി കയറുന്നത്. സ്തോത്രം.
കൈ കൊടുത്ത് പറ, ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കണം. ആ സ്തോത്രം. തേര് നോക്കി നടക്കരുത്, കർത്താവിനെ നോക്കി നടക്കണം. പറഞ്ഞാട്ടെ. തേരുകൾ നിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. തേരിൻ്റെ പുറകെ നീ പോയാൽ ഓട്ടത്തോട് ഓടാനേ ഇടവരത്തുള്ളൂ. കർത്താവിൻ്റെ മുഖത്തോട്ട് നോക്കി ദൈവസന്നിധിയിൽ ഇരിക്കാമെങ്കിൽ തേരുകൾ നിന്നെ തേടി വരും, തേരാളികൾ നിന്നെ തേടി വരും. നീ വിലപ്പെട്ട വ്യക്തിയായിത്തീരും. ആമേൻ. നിന്റെ വാക്ക് കേൾക്കാൻ രാജ്യത്തിന്റെ അധിപന്മാർ കാത്തിരിക്കും. നിന്റെ വാക്കുകൾക്ക് വേണ്ടി വലിയ ഭണ്ണാര വിചാരകന്മാർ വരെ തേര് നിർത്തിയിട്ട് ഒന്ന് കയറി ഇരിക്കാമോ എന്ന് ചോദിച്ചു. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞ കയറ്റി ഇരുത്താമോ എന്ന് ചോദിച്ച് നടക്കരുതെന്ന് പറഞ്ഞാട്ടെ. അങ്ങനെ നടക്കാതിരിക്കാമെങ്കിൽ കയറി ഇരിക്കാമോ എന്ന് ചോദിക്കും. കാരണം നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന വചനം വില കുറഞ്ഞതല്ല, തേനിലും തേൻകട്ടയിലും മാധുര്യമേറിയതാ, 1000 പൊൻവള്ളി നാണ്യേക്കാൾ വിലപ്പെട്ടതാ. ഈ വചനം അനേകരെ വിടുവിക്കാൻ കഴിയുന്നതാ. ഈ വചനം പ്രസംഗിക്കുന്നവരെ അഭിമാനിക്കണം. ഈ വചനം പ്രസംഗിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഭാഗ്യവാന്മാരാണ്. ഹല്ലേലൂയ. അടുത്ത വാക്യം. തിരുവെഴുത്തിൽ അവൻ വായിച്ച ഭാഗമാവിത്. ഉടനെ തിരുവെഴുത്തിൽ ആ മനുഷ്യൻ വായിച്ചത് ഇതാണ്. അറുക്കുവാനുള്ള ആടിനെ പോലെ. ആടാണ് നമ്മുടെ വിഷയം, അറുക്കപ്പെടുന്ന ആട്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇവിടുന്ന് വായിക്കുന്നു, അറുക്കുവാനുള്ള ആടിനെ പോലെ അവനെ കൊണ്ടുപോയി. രോമം കത്തിരിക്കുന്നവന്റെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായി തുറക്കാതിരുന്നു. അവന്റെ താഴ്ചയിൽ അവന് ന്യായം കിട്ടാതെ പോയി. അവന്റെ തലമുറയെ ആർ വിവരിക്കും? ഭൂമിയിൽ നിന്ന് അവന്റെ ജീവനെ എടുത്തു കളയുന്നുവല്ലോ. ഷണ്ടൻ ഫിലിപ്പോസിനോട് ഇത് പ്രവാചകൻ ആരെക്കുറിച്ച് പറയുന്നു, തന്നെക്കുറിച്ചോ മറ്റൊരുത്തിനെക്കുറിച്ചോ എന്ന് പറഞ്ഞു തരണമെന്ന് അപേക്ഷിച്ചു. എന്ന് ഈ ഷണ്ണൻ ചോദിച്ചു, ഈ മന്ത്രി ചോദിച്ചു, എനിക്കൊന്ന് പറഞ്ഞു തരണമേ. അടുത്ത വാക്യം. ഫിലിപ്പോസ് ഈ തിരുവെടുത്ത് ആധാരമാക്കി അവനോട് യേശുവിനെ കുറിച്ചുള്ള സുവിശേഷം പറയാൻ തുടങ്ങി. നീ വായിച്ച ആട് വേറെ ആരുമല്ല, യോഹന്നാന്റെ അടുക്കൽ സ്നാനപ്പെടാൻ വന്നപ്പോൾ യോഹന്നാൻ അവനെ വിരൽ ചൂണ്ടിയാ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള സദ്വർത്തമാനം ഇതാണ്, നിന്റെ പ്രശ്നങ്ങളെല്ലാം വേറൊരുവൻ ചുമന്നിരിക്കുന്നു. നിന്റെയും എന്റെയും പാപം, എന്റെയും നിങ്ങളുടെയും പിതാക്കന്മാരുടെ പാപം, അകൃത്യം, ശാപം, നാം ചെയ്തതും നമ്മുടെ പിതാക്കന്മാർ ചെയ്തതുമായ കൃത്യവിലോകങ്ങൾ, കുഴപ്പങ്ങൾ, വീഴ്ചകൾ, താഴ്ചകൾ, തകർച്ചകൾ എല്ലാം ഒരുവൻ തൻ്റെ മേലെടുത്തു, ഒരു മരക്കുരിശായി ചുമന്നു. അവൻ നമുക്ക് വേണ്ടി യാഗമായി. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അവന്റെ വായിൽ വഞ്ചനയില്ലായിരുന്നു എന്ന് പത്രോസ് ലേഖായും പറയുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ ഒടുവിൽ വായിക്കുമ്പോൾ അവന്റെ വായിൽ ഒരു വഞ്ചനയും ഇല്ലായിരുന്നു. അവന്റെ കൈകൾ തെറ്റൊന്നും ചെയ്തില്ല. യഹൂദന്മാർ ആടിനെ ഒക്കെ യാഗം കഴിക്കുമ്പോൾ അതിൻ്റെ നിയമം ഇങ്ങനെയാണ്. ആട് കാണിക്കുന്നത് തന്നെ ഒരു നിഷ്കളങ്ക ജീവി എന്നുള്ള നിലയിലാണ് ആട്. പ്രൈസ് ദി ലോർഡ്. ആട് ഒരിക്കലും ഈ അഴുക്കിനകത്തോ ചെളിക്കകത്തോ ഒന്നും ഉരുളാൻ പോവില്ല. ഒരു നിഷ്കളങ്കവും പാവനതയും കാണിക്കുന്ന ജീവിയാണ് ഏത്? ആട്. അയാളൊരു കുഞ്ഞാടാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എന്താ അതിൻ്റെ അർത്ഥം? ഒരു പാവ മനുഷ്യനാണെന്നല്ലേ. കൂടാതെ നമ്മുടെ ഭാഷയിൽ തന്നെ ഒരു വാക്കുണ്ട്, ബലിയാടാകുക, സ്കേപ്പ് ഗോട്ട്. ആട് ആ ബലിമൃഗമായി പണ്ട് മുതലേ ഉപയോഗിച്ചിരുന്നു. അപ്പം ദൈവവിശ്വാസികളായ യഹൂദന്മാർക്ക് അവർക്ക് ലഭിച്ച ഒരു കാര്യം, നിഴലായി കിട്ടിയത് ഇതാണ്: മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം മനുഷ്യൻ നോക്കിയാൽ നടക്കില്ല. അതിനാണ് ഏത് കൊടുത്ത യാഗം. അതിനാണ് പ്രായശ്ചിത്തം എന്ന് പറഞ്ഞു. ഉറക്കെ പറഞ്ഞിട്ട് പ്രായശ്ചിത്തം, പ്രായശ്ചിത്ത യാഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു തെറ്റ് ചെയ്താൽ, നമ്മളൊരാളുടെ ഇഷ്ടപ്പെട്ട നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട ഒരു മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു പേന ഒരാൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അത് നമ്മൾ വാങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയി, പേന പൊട്ടിപ്പോയി. നമ്മൾ പറയും എന്നാ പ്രായശ്ചിത്തം വേണേലും ചെയ്തേക്കാവുന്നതിന് പകരം കാര്യം ചെയ്തേക്കാവുന്നല്ലേ പറയുന്നേ. ഉടനെ അയാൾ പറയും, എനിക്കിനി ഇതിനേക്കാൾ കോടി വിലയുള്ളത് കിട്ടിയാലും എനിക്കിഷ്ടപ്പെടത്തില്ല, ഇത് എൻ്റെ ഹൃദയം തൊട്ട പേനയായിരുന്നു. ഇതുപോലെ മാനവജാതിയുടെ പാപപരിഹാരത്തിനായി ലോകത്തിലെ ഒന്നിനെ കൊണ്ട് ഒക്കത്തില്ല. എബ്രായ ലേഖനം 10 പറയുമ്പോൾ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്തിന് മനുഷ്യന്റെ പാപത്തെ നീക്കാനുള്ള കഴിവില്ല, മറിച്ച് ആണ്ടുതോറും ഇവൻ പാപിയാണെന്ന് ഓർപ്പിക്കാനേ ഒക്കത്തുള്ളൂ. ഈ ആണ്ടിൽ യാഗം കഴിച്ചാൽ അടുത്ത ആണ്ടിലും എന്ത് ചെയ്യണം? യാഗം കഴിക്കണ്ടേ? ഈ ആണ്ടിൽ നേർച്ചയിട്ടാൽ അടുത്ത ആണ്ടിലും എന്ത് ചെയ്യണം? നേർച്ചയിടണം. ഈ ആണ്ടിൽ യെരൂശലേം മല ചവിട്ടി ചെന്നാൽ അടുത്ത കൊല്ലം എന്ത് ചെയ്യണം? ആണ്ടോടാണ്ട് ആവർത്തിക്കണം. എന്നാൽ എബ്രായർ 10 പറയാണ്, ഇവനോ
എന്നേക്കും നമുക്ക് പാപപരിഹാരം വരുത്തുന്ന, എന്നേക്കും സൽഗുണപൂർത്തി വരുത്തുന്ന, ആവർത്തിക്കപ്പെടേണ്ടാത്ത ഒരു യാഗം കഴിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത് എബ്രായലേഖനം 10 ഇങ്ങനെ വായിക്കുന്നത്, he was sacrificed and gave a sacrifice once for all. ഒരിക്കലായി എന്നേക്കും ഗുണമുള്ള. ഇതിനി നമുക്കെങ്ങനെ കിട്ടും? നമ്മൾ വിശ്വാസത്താൽ സ്വീകരിച്ചാൽ മതി. പഴയ നിയമകാലത്തും ആ യഹൂദ മതം യാഗം കഴിക്കുമ്പോൾ ഇങ്ങനെയാണ് പുരോഹിതൻ ചെയ്യുക. ഒരു കുഞ്ഞാടിനെ, പാപമില്ലാത്തൊരു ആടിനെ കൊണ്ടുവന്നിട്ട് ജനത്തിൻ്റെ പാപത്തെ പ്രാർത്ഥിച്ച് അതിന്മേൽ ചുമത്തും. ഉറക്കെ പറ, ചുമത്തും. ഇന്ന് ചുമടാണ് നമ്മുടെ വിഷയം എന്ന് കൈകൊടുത്ത് പറഞ്ഞാട്ട്. ചുമട് നീങ്ങുന്ന കാര്യമാണ് ഇന്നത്തെ സന്ദേശം. ഇന്ന് ചുമടുകൾ മാറുകയാണ്. ഓ, ഇങ്ങനെ പഴയ നിയമത്തിലൊരു വാക്യമുണ്ട് സങ്കീർത്തനത്തിൽ, എൻ്റെ കൈകൾ കൊട്ട വിട്ടൊഴിഞ്ഞിരിക്കുന്നു. സഹോദര, നീ ചുമന്നുകൊണ്ട് നടന്ന എന്തൊക്കെയോ ഭാരങ്ങൾ നിന്റെ കൈകളിൽ നിന്ന് താഴെ വീഴുന്നു. നിന്നെ ചുറ്റിപ്പണഞ്ഞിരുന്നത് എന്തൊക്കെയോ പാരമ്പര്യത്തിൻ്റെ ഭാരം, പാപത്തിൻ്റെ ഭാരം, രോഗത്തിൻ്റെ ഭാരം, നിരാശകൾ, നീ ചുമന്നുകൊണ്ട് നടന്ന ഭാരങ്ങൾ ചുമന്ന് ഒഴിച്ച് കർത്താവ് നിന്നെ ഫ്രീ ആക്കിയിരിക്കുന്നു. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. തോസുട്ടി ബ്രദറെ, 8 വർഷമായ ശ്വാസം മുട്ടലായിരുന്നു. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുത്തു. 8 വർഷമായിട്ട് എനിക്ക് ശ്വാസം മുട്ടലും നെഞ്ചുവേദനയായിരുന്നു. ഓരോ സമയത്തും നെഞ്ചുവേദന വരുമ്പോൾ ECG എടുക്കും. ECG എടുത്ത് നോക്കുമ്പോൾ അതിൽ യാതൊരു കുഴപ്പവും ഇല്ല. ഹാർട്ടിന് പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് ചുരുക്കം. അതെ, ദൈവം ഇപ്പോൾ പ്രാർത്ഥിച്ച് സഹോദരി എൻ്റെ ദേഹത്ത് കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ശരീരത്തിനൊരു വിറയലുണ്ടായി. അപ്പോൾ തന്നെ ഒരു വലിയൊരു വേദന എനിക്ക് വന്നുവെങ്കിലും ഒരു കൊളുത്തിട്ട് പിടിച്ചു വലിക്കുന്ന പോലെ ആ വേദന എടുത്തു കളഞ്ഞു. അതെ, കൊളുത്തിട്ട് വലിച്ചു വേദന എടുത്തു കളഞ്ഞു. ഇപ്പൊ ഫ്രീ ആയോ? അതെ, ഫ്രീ ആയി. സൗഖ്യമായി. നല്ല ശ്വാസമൊക്കെ നല്ല ഫ്രീ ആയി. ഒന്ന് ശ്വാസം വിട്ട് ഫ്രീ ആയി. കാരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തോമസ് ബ്രദറെ, ഈ സഹോദരയുടെ മുട്ടിന് വേദനയായിട്ടാണ് കടന്നു വന്നത്. ഈ ബാൻഡേജ് ഇട്ടും കൊണ്ടാണ് ഇന്നിവിടെ വന്നത്. ബാൻഡേജ് എപ്പോഴും ഇട്ടേക്കുമായിരുന്നു. ഇന്നിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മുട്ടിനൊരു ഒരു വലിയ ദൈവശക്തി ഇറങ്ങി പൂർണ്ണമായിട്ട് സൗഖ്യം കർത്താവ് കൊടുത്തു. എന്നിട്ട് സഹോദരി ഈ സ്റ്റെപ്പ് മുഴുവൻ പുറത്ത് പോയി സ്റ്റെപ്പ് മുഴുവൻ കയറി ഇറങ്ങി നോക്കി. ഇപ്പം യാതൊരു വേദനയുമില്ല. പുറത്ത് പോയി കയറി ഇറങ്ങി നോക്കി. ഇങ്ങനെ ഇരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, നടുവേദന കാരണം. ഇപ്പം മുട്ടിൻ്റെ പ്രശ്നം മാറി, നടുവിൻ്റെ വേദനയും മാറി. മുട്ടിൻ്റെ പ്രശ്നം മാറി, നടുവും സൗഖ്യമായി. സിസ്റ്റർ വെളിയിൽ പോയി സ്റ്റെപ്പ് കയറി ഇറങ്ങി നോക്കിയോ? സ്റ്റെപ്പിൽ ഓടി ഇറങ്ങുകയും ചെയ്തായിരുന്നു. ഇപ്പൊ തന്നെ ഓടി കയറി ഇറങ്ങുകയും ചെയ്തു. ഒരു കുഴപ്പമില്ല, നല്ല സൗഖ്യമുണ്ട്. കാരം അടിച്ച് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ മകനാണ്. അപ്പോൾ കുഞ്ഞുനാളിലെ നല്ല ശ്വാസം മുട്ടലും നല്ല ഹൃദയം ഇടിപ്പും ഉണ്ടായിരുന്നു. അപ്പോഴെൻ്റെ കർത്താവിന് പൂർണ്ണ സൗഖ്യം തന്നു. ഇന്ന് പൂർണ്ണ സൗഖ്യമായി. പൂർണ്ണ സൗഖ്യമായി. മോന് നല്ല ഇപ്പോൾ ഫ്രീ ആയോ? ഫ്രീ ആയി. കാരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. കുഞ്ഞുനാൾ മുതലേ ഉണ്ടായിരുന്നതാണെന്നാണ് പപ്പ പറഞ്ഞത്. ഇന്നിപ്പോൾ പൂർണ്ണമായിട്ട് കർത്താവ് സൗഖ്യമാക്കിയതിനായി കാരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഒരു സാക്ഷ്യം കൂടെ ഉണ്ട്. എനിക്ക് 30 വർഷം കൊണ്ട് എനിക്ക് ഹെർണിയയുടെ രോഗമുണ്ടായിരുന്നു. ഈ ശരീരം മൊത്തം വയറ് മൊത്തം വെണ്ട് കീറിയിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു. ഓപ്പറേഷന് എന്നോട് ഡോക്ടർ പറഞ്ഞായിരുന്നു, കർത്താവിനെ വെടിവെച്ച് ഇവിടെ ആ ഒരു മുഴ എനിക്ക് ഇങ്ങനെ തനിയെ വീണ് പോയി. ഇന്നത്തെ സംഭവമാണോ? ഇന്ന് ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് അതിനെ പൂർണ്ണ സൗഖ്യം തന്നത് കർത്താവ്. ഇന്ന് പ്രാർത്ഥിച്ചപ്പം ഇങ്ങനെ മുഴ ഇറങ്ങിപ്പോകുന്ന അനുഭവം ഉണ്ടായി. അത് പൂർണ്ണ വിടുതൽ തന്ന കർത്താവ്. എനിക്ക് കുനിയാനൊന്നും കഴിയില്ല. ഇപ്പോഴെനിക്ക് ധൈര്യമായി സുഖമായിട്ട് എനിക്ക് കുനിയാം. സ്തോത്രം. ഒരു കുഴപ്പമില്ല, കർത്താവ് വിടിവിച്ച്. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഇന്ന് ഇവിടെ വരുന്ന സമയത്തും അമ്മച്ചിക്ക് തൈറോയിഡിൻ്റെ മുഴയുണ്ടായിരുന്നു. ഇന്നിവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അമ്മച്ചിയുടെ ശരീരത്തിൽ ഒരു ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി, ശരീരത്തിൽ തണുപ്പ് അനുഭവപ്പെട്ടു. തൊട്ടു നോക്കിയപ്പോൾ കാണാൻ മുഴ അവിടെ കാണാനില്ല. അമ്മച്ചിയുടെ സന്തോഷം കാണുമ്പോൾ എനിക്കതറിയാം. എനിക്ക് 18 വർഷം കൊണ്ട് കഴുത്തിന് വലിയൊരു അസ്വസ്ഥതയായിരുന്നു. ആശുപത്രിയിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ് തൈറോയിഡിന് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷം ആശുപത്രിയിൽ ചെന്നപ്പോൾ എനിക്ക് ഗുളിക തരിയില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം ഞാൻ ജനറൽ ആശുപത്രിയിൽ പോയി.
അവിടെ ചെന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് തൈറോയ്ഡെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കുപ്പി ഗുളിക എടുത്ത് കഴിച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു തണുപ്പടിച്ചപ്പോൾ അത് മാറി. ഇല്ലെങ്കിൽ എനിക്ക് അസുഖം ആഹാരം കഴിക്കാനൊന്നും വയ്യായിരുന്നേ. കുടിനീര് ഇറക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നേ. ഇപ്പൊ നല്ലപോലെ ഇറക്കാം മാറി. മഴ അവിടെ ഇല്ല. മഴയില്ല. കരം അടിച്ച് നമുക്ക് കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. എന്തായിരുന്നു പ്രയാസം? അത് ശ്വാസം മുട്ട് സംസാരിക്കാൻ ഒക്കില്ലായിരുന്നു. അങ്ങനെ അതിനിപ്പോൾ ഇങ്ങനെ നെഞ്ചിനിങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് കപ്പിയിട്ടേക്കാണ്. അപ്പോൾ എനിക്ക് നടക്കാനും പോകാനും ഒന്നും ഒക്കില്ല. ഇപ്പം ഇങ്ങനെ ശ്വാസം പിടിച്ച് ഇവിടെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എനിക്കിവിടെ ഒരു പെരുപ്പ് പോലെ തോന്നി. ഇവിടെ ശ്വാസം നേരെ വിടാം. കരം അടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പല ഓപ്പറേഷൻ ചെയ്തതാണ്. നെഞ്ചിനകത്ത് എന്തോ ഇട്ടിരിക്കുക? കമ്പി ഇട്ടേക്കോ. നെഞ്ചിനകത്തൊരു കമ്പി ഇട്ടിരിക്കുക. എത്ര ഓപ്പറേഷൻ ചെയ്തു? 4 ഓപ്പറേഷൻ ചെയ്തു. എന്നിട്ടും ബുദ്ധിമുട്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഈ നെഞ്ചിൻ്റെ ഭാഗത്തൊരു പെരുപ്പ് അനുഭവിച്ചു. കർത്താവ് തൊട്ടു. ഇപ്പം ശ്വാസം നേരെ വീണെന്നാണ് പറയുന്നത്. ശ്വാസം നേരെയായി. ശ്വാസം മുട്ട് നല്ലതായി. മറ്റേ ഇങ്ങനെ വലിക്കുമായിരുന്നു. ഇപ്പം അത് മാറി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ടോസ്റ്റ് വേറെ ഈ ആൻറ്റിക്ക് ഭയങ്കര നെഞ്ചെടുപ്പിൻ്റെ പ്രശ്നമായിരുന്നു. സിസ്റ്ററിന് ഒത്തിരി നാൾക്ക് മുമ്പ് സ്റ്റോണിൻ്റെ പ്രശ്നം വന്നിട്ട് ഒരു സർജറി കഴിഞ്ഞതാണ്. അതുപോലെ തന്നെ വീട്ടിലെ ഭർത്താവിനും 2 മക്കൾക്കും ലിവറിൻ്റെ അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ വിഷമവും ഭാരവും കാരണം ഭയങ്കര നെഞ്ചെടുപ്പായിരുന്നു. ഇവിടെ വരുമ്പോഴും അതുണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്നപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയങ്കരമായ നെഞ്ചെടുപ്പും അങ്ങ് വിയർത്ത് തളർന്ന് ശരീരത്തിൽ നിന്ന് എന്തോ അങ്ങ് വിട്ടുമാറിപ്പോയി. ശരീരത്തിൽ നിന്ന് എന്തോ വിട്ടുമാറി. ഇപ്പം നെഞ്ചെടുപ്പ് മാറിയോ? മാറി. ഫ്രീ ആയി. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ കരുണ എത്ര അത്ഭുതകരമായിട്ടാണ് കർത്താവ് നമ്മളെ വിടുവിക്കുന്നത്. അവൻ എത്ര സ്നേഹവാനാണ്. നമ്മൾ കേട്ടതുപോലെ അവൻ നമ്മുടെ ഭാരങ്ങളെ ചുമന്നു, നമ്മുടെ പാപങ്ങളെ ചുമന്നു. അത് യെശയ്യാവിൽ പറയുകയാണ്, അവൻ സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു. അതെ, പരിശുദ്ധാത്മാവ് പറയുകയാണ്, അവൻ അവൻ്റെ രോഗങ്ങളെ അല്ല വഹിച്ചത്, അവൻ നമ്മുടെ രോഗങ്ങളെയാണ് വഹിച്ചത്. രോഗമില്ലാത്തവൻ നോക്കിയ കർത്താവിൻ്റെ വസ്ത്രത്തിൽ സൗഖ്യം, അവൻ്റെ വാക്കിൽ സൗഖ്യം, അവൻ്റെ തുപ്പലിൽ സൗഖ്യം, അവൻ്റെ നോട്ടത്തിൽ സൗഖ്യം, ഇങ്ങനെ സൗഖ്യം നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ നല്ല കർത്താവ്. അവൻ ആ ക്രൂശിൽ അവൻ്റെ രോഗങ്ങളെയല്ല, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തിയെ, നിങ്ങളുടെ രോഗങ്ങളെയാണ് യേശു ക്രൂശിൽ വഹിച്ചത്. നമ്മുടെ വേദനയാണ്. യേശു ക്രൂശിൽ എൻ്റെ രോഗം വഹിച്ചെങ്കിൽ ഇനി ഞാൻ ആ രോഗം ചുമക്കേണ്ട ആവശ്യമുണ്ടോ? യേശു എൻ്റെ വേദനയാണ് ക്രൂശിൽ സഹിച്ചത്. അതേ, വേദനയില്ലാത്തവൻ സ്തോത്രം, ആ യേശു, വീണ്ടും ഞാൻ പറയട്ടെ, സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നമ്മുടെ വേദനകൾ അവൻ ചുമന്നു. അതേ പ്രിയപ്പെട്ടവരെ, എൻ്റെ വേദന അവൻ ചുമന്നത്. അതുകൊണ്ട് ഇനി വേദനയ്ക്കോ രോഗത്തിനോ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കറിയാം, ഈ സത്യം അറിയുമ്പോൾ യേശു പറഞ്ഞു, സത്യം അറിയുക, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇന്ന് ആ രോഗത്തോട് നിങ്ങൾ കൽപ്പിച്ചാൽ മതി. ഒരു ദൈവദാസൻ വരാൻ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ, രോഗമേ, എൻ്റെ യേശു എൻ്റെ രോഗത്തെ വഹിച്ചത്, അതുകൊണ്ട് നിനക്കെൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല. വേദനയെ എൻ്റെ യേശു എൻ്റെ വേദന സഹിച്ചതാണ്, നിനക്കെൻ്റെ ശരീരത്തിൽ ഇരിക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ അത്ഭുതം നടക്കാൻ പോവുക. നമുക്ക് ഒരു മനസ്സോടെ വിശ്വാസത്തോടെ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവിടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്നു. സാക്ഷാൽ ഞങ്ങളുടെ രോഗങ്ങളെ യേശു ക്രൂശിൽ വഹിച്ചു. അതേ, രോഗമില്ലാത്തവൻ, സൗഖ്യദായകൻ ഞങ്ങളുടെ രോഗങ്ങളെ ആ ക്രൂശിൽ വഹിച്ചത്. വേദനയില്ലാത്തവൻ, വേദനകളെ മാറ്റുന്നവൻ, മുറിവുകളെ കെട്ടുന്നവൻ ഞങ്ങളുടെ വേദന ക്രൂശിൽ സഹിച്ചതുകൊണ്ട് ഇപ്പോൾ തന്നെ എന്നെ കേൾക്കുന്ന ഓരോ രോഗിയുടെ ശരീരത്തിൽ നിന്നും ആ രോഗങ്ങൾ മാറട്ടെ, വേദനകൾ മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ശരീരത്തിൻ്റെ മുഴുവൻ അസ്വസ്ഥതകൾ, ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ, നാളുകളായി പെടലിൽ തിരിക്കാൻ പോലും കഴിയാതെ ഇരിക്കുന്ന വ്യക്തികൾ, അസ്ഥി സംബന്ധമായ തേയ്മാനമുള്ള വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എല്ലാ രോഗാത്മാക്കളോടും യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ശരീരങ്ങളെ വിട്ടുപോകാൻ കൽപ്പിക്കുകയാണ്. കർത്താവ്, ഇപ്പോൾ തന്നെ അങ്ങയുടെ അത്ഭുതകരം, സൗഖ്യമാക്കുന്ന അതേ കരം, സ്തോത്രം, ഇപ്പോൾ ആ ശരീരത്തിന്മേൽ വെക്കുന്നതിനായി സ്തോത്രം. കണ്ണിൻ്റെ കാഴ്ചശക്തി യേശുവിൻ്റെ നാമത്തിൽ മടങ്ങി വരട്ടെ. കേൾവി ശക്തി മടങ്ങി വരട്ടെ. സർജറികൾ പറഞ്ഞിരിക്കുന്ന എന്നെ കേൾക്കുന്ന വ്യക്തികൾ, സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ സർജറി ഇല്ലാതെ തന്നെ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ യേശുവിൻ്റെ നാമത്തിൽ, ആ മുഴകൾ ഇപ്പോൾ തന്നെ ശരീരങ്ങളിൽ നിന്ന് അപ്രത്യക്ഷമാകട്ടെ. ഇപ്പോൾ തന്നെ സൗഖ്യം നടക്കട്ടെ. വോക്കൽ കോഡ് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കട്ടെ. കർത്താവെ, ഇപ്പോൾ തന്നെ അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി സ്തോത്രം. ഈ TV കാണുന്ന ഓരോ ഭവനങ്ങളിലും, എന്നെ കാണുന്ന ഓരോ ഭവനങ്ങളിലും തൊട്ടറിയാവുന്ന ദൈവ സാന്നിധ്യം, ദൈവ മഹത്വത്തോടെ ഇറങ്ങുന്നതിനായി സ്തോത്രം. ശരീരങ്ങളിൽ ദൈവശക്തി, എൻ്റെ യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ച പിതാവിൻ്റെ ആത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പുനരുദ്ധാന ശക്തി ശരീരങ്ങളിൽ ഇപ്പോൾ വ്യാപരിക്കുന്നതിനായി സ്തോത്രം. അത്ഭുതങ്ങൾ നടക്കുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങൾ പൊട്ടിയിരിക്കാൻ സ്തോത്രം.
എല്ലാ മഹത്വവും ഞങ്ങൾ അങ്ങേക്ക് തരുന്നു. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കറിയാം ശരീരങ്ങളിൽ ഒരു ദൈവശക്തി വ്യാപരിച്ചിട്ടുണ്ട്. ഒരു കരണ്ട് വയറിലൂടെ ഒഴുകുന്നത് പോലെ യേശുവിനെ ഉയർപ്പിച്ച പുനരുദ്ധാന ശക്തി ശരീരങ്ങളിൽ വ്യാപരിച്ചിട്ടുണ്ട്. രോഗാത്മകൾ വിട്ടുമാറിയിട്ടുണ്ട്. നിങ്ങളുടെ സൗഖ്യങ്ങൾ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചറിയിക്കണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. വീണ്ടും കാണും വരെ കർത്താവ് തൻ്റെ മഹാകരുണയിൽ നമ്മളെ ഓരോരുത്തരെയും സൂക്ഷിക്കുമാറാകട്ടെ. കർത്താവ് സമൃദ്ധമായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.